ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മെക്കാനിസം ഓഫ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ആണ്. മെക്കാനിസം ഓഫ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് റെസപ്റ്റർ ഇൻട്രാക്ഷൻ ആണ്. റെസപ്റ്റർ ഇൻട്രാക്ഷൻ വെച്ചാൽ ഒന്നുമില്ല, നമ്മുടെ ബോഡിയിലേക്ക് വരുന്ന മൈക്രോ ഓർഗാനിസം, ഈ മൈക്രോ ഓർഗാനിസത്തിൻ്റെ സർഫസ് മോളിക്യൂളും അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിൻ്റെ സെൽസും ഇത് രണ്ടും കൂടി ബൈൻഡ് ചെയ്യും. അതാണ് റെസപ്റ്റർ ഇൻട്രാക്ഷൻസ്. ഒന്ന് വായിച്ചു നോക്കൂ. ഇറ്റ് ഇൻവോൾവ്സ് ദി ബൈൻഡിങ് ഓഫ് സർഫസ് മോളിക്യൂൾ ഓഫ് മൈക്രോ ഓർഗാനിസം. നമ്മുടെ ബോഡിയിലേക്ക് വരുന്ന പാത്തജൻ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിൻ്റെ സർഫസ് മോളിക്യൂൾ എന്തുമായിട്ട് ടു ദ റെസെപ്റ്റേഴ്സ് ഓഫ് സെൽസ് ഓഫ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി, നമ്മുടെ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി സെൽസിൻ്റെ റെസെപ്റ്ററായിട്ട് ബൈൻഡ് ചെയ്യും. ഇതാണ് റെസെപ്റ്റർ ഇൻട്രാക്ഷൻ. ഓക്കെ, ഇനി സെക്കൻഡ് വൺ നോക്കാം. മൈക്രോബിയൽ സർഫസ് മോളിക്യൂൾ. മൈക്രോബിയൽ സർഫസ് മോളിക്യൂൾ എന്ന് വെച്ചാൽ മൈക്രോബിൻ്റെ സർഫസിൽ കാണുന്ന മോളിക്യൂൾ, അത് തന്നെയാണ് ഇതിന് ഉദ്ദേശിക്കുന്നത്. അതായത് മൈക്രോബ്സ് അസോസിയേറ്റഡ് മോളിക്കുലർ പാറ്റേൺ. മൈക്രോബിയൽ സർഫസ് മോളിക്യൂളിന് ഏതാണ് എക്സാമ്പിൾ പറയാം? MAMP അഥവാ മൈക്രോബ്സ് അസോസിയേറ്റഡ് മോളിക്കുലർ പാറ്റേൺസ്. ഇതെന്താണ്? ഒരു റിപ്പീറ്റിംഗ് പാറ്റേൺസ് ആണ്. ഈ MAMP അഥവാ മൈക്രോബ്സ് അസോസിയേറ്റഡ് മോളിക്കുലർ പാറ്റേണിലുള്ള എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് വൺ പെപ്റ്റിഡോഗ്ലൈക്കൻ, സെക്കൻഡ് വൺ ലിപ്പോപോളിസാക്രൈഡ്, തേർഡ് വൺ ടീക്കോയിക് ആസിഡ്, ഫോർത്ത് വൺ ലിപ്പോപ്രോട്ടീൻ. ഇതൊക്കെ എന്താണ്? മൈക്രോബിയൽ സർഫസ് മോളിക്യൂൾസിന് എക്സാമ്പിൾസ് ആണ്. ഇതൊക്കെ കാണുന്നത് എവിടെ വെച്ചിട്ടായിരിക്കും? അപ്പോൾ ബാക്ടീരിയൽ സർഫസിലാണ് നമുക്ക് ഇതിനൊക്കെ കാണാൻ പറ്റുന്നത്. ഓക്കെ, നമ്മൾ ഇനി കടക്കാൻ പോകുന്നത് പാറ്റേൺ റെക്കഗ്നിഷൻ ഫാക്ടേഴ്സിലാണ്. അപ്പോൾ നമ്മൾ മെക്കാനിസത്തിൽ ഫസ്റ്റ് പറഞ്ഞത് റെസെപ്റ്റർ ഇൻട്രാക്ഷൻ ആണ്. സെക്കൻഡ് നമ്മൾ മൈക്രോബിയൽ സർഫസ് മോളിക്യൂൾസിനെ പറ്റി ഡിസ്കസ് ചെയ്തു. തേർഡ് വൺ ആണ് പാറ്റേൺ റെക്കഗ്നിഷൻ റിസെപ്റ്റേഴ്സ്. അതായത് മൈക്രോബിയൽ സർഫസ് മോളിക്യൂൾസ് കാണുന്നത് മൈക്രോബിൻ്റെ സർഫസിലാണെങ്കിൽ പാറ്റേൺ റെക്കഗ്നിഷൻ റിസെപ്റ്റേഴ്സ് കാണുന്നത് എവിടെയായിരിക്കും? ഹോസ്റ്റ് സെല്ലായിരിക്കും. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഫസ്റ്റ് പോയിന്റ്. ഇത് കാണുന്നത് ഹോസ്റ്റ് സെല്ലിലാണ്. ഇതെന്താ ചെയ്യുക? മൈക്രോബ് അസോസിയേറ്റഡ് മോളിക്കുലർ പാറ്റേൺ അല്ലെങ്കിൽ MAMPനെ റെക്കഗ്നൈസ് ചെയ്യാനാണ് ഈ സെൽസ് ഉള്ളത്. അപ്പോൾ എന്താണ്? ഇത് ഹോസ്റ്റ് സെല്ലിൽ കാണുന്ന ഒരു റിസെപ്റ്റേഴ്സ് ആണ്. ഇത് മൈക്രോബ് അസോസിയേറ്റഡ് മോളിക്കുലർ പാറ്റേൺസിനെ റെക്കഗ്നൈസ് ചെയ്യും. ഇതിനുള്ള എക്സാമ്പിളാണ് ടോൾ ലൈക്ക് റിസെപ്റ്റേഴ്സ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയില്ലേ? അതായത് ഈ ടോൾ ലൈക്ക് റിസെപ്റ്റേഴ്സും MAMPയും കൂടിയാണ് ബൈൻഡ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഫസ്റ്റ് പറഞ്ഞില്ലേ അവിടെ ബൈൻഡിങ് നടക്കുന്നത്. ആ ബൈൻഡിങ് ആരൊക്കെ ആയിരിക്കും നടക്കൽ? ഈ ടോൾ ലൈക്ക് റിസെപ്റ്റേഴ്സും MAMPയും തമ്മിലായിരിക്കും ബൈൻഡ് ചെയ്യുക. അങ്ങനെ ടോൾ ലൈക്ക് റിസെപ്റ്റേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് 13 ടൈപ്പ് ടോൾ ലൈക്ക് റിസെപ്റ്റേഴ്സ് ഓൾറെഡി ഉണ്ട്. അതിൽ കുറച്ച് മാത്രം നമുക്ക് എക്സാമ്പിൾസ് വെറുതെ പഠിച്ചു വെക്കാം. TLR2 എന്തുമായിട്ടാണ് ബൈൻഡ് ചെയ്യുന്നത്? ബാക്ടീരിയൽ പെപ്റ്റിഡോഗ്ലൈക്കൻ. കണ്ടോ, ഈ പെപ്റ്റിഡോഗ്ലൈക്കൻ നമ്മൾ എന്താണ് പറയുന്നത്? ഒരു മൈക്രോബിയൽ സർഫസ് മോളിക്യൂൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ MAMP ആയിട്ട് ബൈൻഡ് ചെയ്യുന്ന ടോൾ ലൈക്ക് റിസെപ്റ്റർ ഏതാണ്? ടോൾ ലൈക്ക് റിസെപ്റ്റർ 2 ആണ്. അതുപോലെ എല്ലാം നിങ്ങൾ പഠിച്ചു വെക്കണം. ടോൾ ലൈക്ക് റിസെപ്റ്റർ 3 ബൈൻഡ്സ് ടു ഡബിൾ സ്റ്റാൻഡേർഡ് RNA വൈറസ്. ഡബിൾ സ്റ്റാൻഡേർഡ് RNA വൈറസിൽ ബൈൻഡ് ചെയ്യുന്ന ടോൾ ലൈക്ക് റിസെപ്റ്ററാണ് ടോൾ ലൈക്ക് റിസെപ്റ്റർ 3. ഇനി 4 ആണെങ്കിലോ ലിപ്പോപോളിസാക്കറൈഡ് ഓഫ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയൻ്റെ ലിപ്പോപോളിസാക്കറൈഡ് ആയിട്ടാണ് ടോൾ റിസെപ്റ്റർ 4 ബൈൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പാറ്റേൺ റെക്കഗ്നിഷൻ റിസെപ്റ്റേഴ്സിൽ പഠിക്കാനുള്ളത്. ഒന്നാമത്തത് ഇത് ഹോസ്റ്റ് സെല്ലിൽ കാണുന്നതാണ്. ഇത് MAMP ആയിട്ട് ബൈൻഡ് ചെയ്യും. എക്സാമ്പിൾ ടോൾ ലൈക്ക് റിസെപ്റ്റേഴ്സ് ആണ്. ആൻഡ് ഈ ടോൾ ലൈക്ക് റിസെപ്റ്റർ ഏത് MAMPയോടാണ് ബൈൻഡ് ചെയ്യുക എന്നുള്ളത് പഠിച്ചു വെക്കാം. ഇനി അടുത്തതാണ് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ്. അപ്പോൾ മെക്കാനിസത്തിൽ ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ്. ഓക്കെ, ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് ഏതാണെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. അത് തന്നെ ഇനഫാണ്. ഒന്ന് ന്യൂക്ലിയർ